ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ചായി ഒരു വീഡിയോ ഇട്ടിട്ട് എല്ലാവരും പെരുന്നാൾ അടിച്ചു പൊളിച്ചെന്ന് കരുതുന്നു. ഇപ്രാവശ്യം അങ്ങനെ സെലിബ്രേഷൻ പോലെ ഈദ് ഞങ്ങൾക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈദ് വ്ളോഗ് വരാത്തത്. വെക്കേഷൻ സ്റ്റാർട്ടാവുന്നതിന് മുന്നേ തന്നെ എൻ്റെ കണ്ണ് വീട്ടിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. പിന്നെ അവൻ്റെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാനാണ്, എക്സ്പെഷ്യലി എൻ്റെ അടുത്ത് നിൽക്കാൻ. എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സ് എല്ലാം കൂടി ചേർത്ത് കുഞ്ഞൊരു വീഡിയോയാണ്. പൊന്നൂട്ടൻ ഇപ്പോൾ LKGയിലാണ്. അപ്പോൾ അവൻ്റെ ഫൈനൽ എക്സാമിൻ്റെ ഫസ്റ്റ് ഡേ എക്സാം കഴിഞ്ഞിട്ടാണ് അവൻ നമ്മുടെ വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ വന്നാൽ അവൻ്റെ മെയിൻ ഹോബി ഇതുപോലെ ഒരു ബുക്ക് എടുക്കുക, അവൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് വരയ്ക്കുക, എഴുതുക, കളർ ചെയ്യുക എന്നതാണ്. എൻ്റെ റൂമിൽ പഴയ കുറച്ച് സ്കെച്ചും പെൻസൊക്കെ കാണും, അതെല്ലാം എടുക്കും. പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് ഓരോന്നും ചെയ്യും. എടാ ചെമ്പരന്തി തന്നെടാ, ചെമ്പരത്തി പച്ച കളറല്ലേടാ കണ്ണായിരിക്കണ. ഉമ്മയുടെ കയ്യിൽ നല്ല എരിവുള്ള വിക്സിൻ്റെ ഗുളിക കണ്ടപ്പം അവനത് വേണം. എങ്ങനെയുണ്ട് മുട്ടായി? എരി ഉണ്ടോ? ചെറിയ രീതിക്കൊക്കെ പറഞ്ഞപ്പോഴേ എരിയുണ്ടാ? ഇല്ലല്ലേ, വെള്ളമൊന്നും വേണ്ടല്ലേ കണ്ണേ? ഞാൻ പറഞ്ഞല്ലോ അവന് എക്സാം ആണെന്ന്. ഇനി 2 എക്സാം കൂടിയുണ്ട്. അത് അവൻ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ സ്കൂളിൽ പോയി വരാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കാമെന്ന് കരുതി കൊച്ചിൻ്റെ അടുത്ത് ചെന്നപ്പം അവന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്തിനും ഞാൻ പഠിക്കണം എന്നൊരു ആറ്റിറ്റ്യൂഡ്. വാ കണ്ണേ നമുക്ക് കുറച്ച് പഠിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്നുള്ള ഭാവത്തിലൊരു മൂലലും കേടായ ക്ലോക്കുമായിട്ട് അവൻ്റെ പരിപാടി നോക്കിപ്പോയി. പിറ്റേന്ന് നോമ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇഴയത്താഴത്തിന് എണീറ്റപ്പോൾ അവനും കൂടെ എണീറ്റിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ ഞാൻ കോളേജിലേക്ക് പോയി. അതിനുശേഷം അവന് എക്സാം ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മച്ചിയാണ് രാവിലെ അവനെ എഴുന്നേൽപ്പിച്ചതും പല്ലേൽപ്പിച്ചതൊക്കെ. വെള്ളം പല്ലും ഇത് പല്ല് തേക്കും, അമ്മി അരയ്ക്കപ്പോൾ ഉള്ള ഇവിടെ നിന്ന് തേ നല്ലതുപോലെ അവിടെ നിന്ന് പല്ല് ഒന്നും കൂടെ. കൊച്ചുമക്കളെ പല്ലേക്കുന്ന രീതി നമുക്കറിയാമല്ലോ. ഒന്നിക്കും ഇങ്ങോട്ട് തേക്കും, എന്നിട്ട് ഉടനെ തന്നെ എന്താണ് വെള്ളത്തിൽ ബ്രഷ് കാണിച്ച് കഴുകി പല്ല് തേച്ച് കഴിഞ്ഞു. പക്ഷെ ഉമ്മ പിന്നെ വീണ്ടും അവനെ കൊണ്ട് ഒന്നും കൂടി നല്ല വൃത്തിക്ക് പല്ലേൽപ്പിക്കുകയാണ്. ഉമ്മച്ചി ഇത്തിരി പേടിയാണ്, അതുകൊണ്ട് ഉമ്മ എന്ത് പറഞ്ഞാലും കേൾക്കും. ഉമ്മക്ക് എന്നിട്ടും തൃപ്തി വന്നില്ല. പിന്നെ ഉമ്മച്ചി വീണ്ടും അവൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഉമ്മ പിന്നെ ബ്രഷ് പിടിച്ച് വാങ്ങിയിട്ടാണ് വീണ്ടും തേപ്പിച്ചത്. പിന്നെ ആളെ കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടി കൊണ്ടിരുത്തി. ഫുഡൊക്കെ കഴിക്കാൻ സ്വാഭാവികം, എല്ലാ മക്കളെയും പോലെ തന്നെയാണ്, ഭയങ്കര മടിയാണ്. പിന്നെ ഉമ്മച്ചി അടിച്ചും പിടിച്ചൊക്കെയാണ് ഓരോന്നും കഴിപ്പിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുളിച്ച് വൃത്തിയായി ആൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് യൂണിഫോമൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അവൻ്റെ സ്കൂളിലേക്ക് പോകാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ ദൂരക്കുറവ്. അവൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഇത്തിരി ദൂരെ കൂടുതലാണ്. അവൻ 8:15 ആകുമ്പോഴേക്കും രാവിലെ സ്കൂൾ വാനിൽ കയറും. ഇവിടെയാണെങ്കിൽ അവൻ 9:10 ആകുമ്പം സ്കൂൾ വാൻ വരെയുള്ളൂ. ആളുടെ സ്കൂൾ വാൻ എത്താറായി. അപ്പോൾ ഉമ്മച്ചി അവനെയും കൊണ്ട് താഴോട്ട് നടക്കുകയാണ്. സ്കൂൾ കഴിഞ്ഞാൽ അവൻ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒരു 3:45 അടുപ്പിച്ച് എത്തും. പക്ഷേങ്കിൽ അവൻ്റെ വീട്ടിലാണെങ്കിൽ 4:30 ആവും അവൻ വീടെത്തുമ്പോഴേക്കും. രാവിലെ ഞാൻ പോകുമ്പോൾ കുഞ്ഞ് വന്ന് കുറച്ച് കഴിഞ്ഞേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ചിലപ്പം പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ അവൻ കരയും. പക്ഷേ എനിക്കന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വരുമ്പം ഉമ്മായും അച്ഛമ്മായും കൂടി അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു.
ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ സ്കൂൾ ലോൺ വന്നു. പിന്നെ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് പോയി അവനെ വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് തന്നെ അവനെ അതിൻ്റെ സ്റ്റാഫ് ഇനി കൊണ്ടുവന്ന് റോഡ് ക്രോസ് ചെയ്ത് ഇനി ഇപ്പുറത്ത് ആക്കി തരും. എന്നിരുന്നാലും ഞാൻ നിൽക്കുന്നത് കൊണ്ട് ഞാൻ പിന്നെ ക്രോസ് ചെയ്ത് അങ്ങ് പോയി അവനെ വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. ഇന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവനാരും കൈയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. അവൻ സ്വന്തമായിട്ട് തന്നെ ചാടിത്തുള്ളി വീട്ടിലേക്ക് കയറി പൊക്കോളും. ആൾക്ക് അവൻ്റെ വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഞങ്ങളെ വീട്ടിൽ നിൽക്കാനാണ്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അന്ന് സ്കൂളിൽ തൊപ്പിയൊക്കെ വെച്ചാണ് പോയത്. അപ്പം അതിൻ്റെ ആ വിയർപ്പ് തലയിൽ താണുന്നത് കൊണ്ടായിരിക്കണം അവന് നല്ല ജലദോഷവും മൂക്കറപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ഞാനും അച്ഛമ്മയും കൂടി അവനെ ആശുപത്രിയിൽ കൊണ്ടുപോവാണ്. പിറ്റേന്ന് അവന് വയ്യ ഹോസ്പിറ്റലിൽ പോയെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് രാവിലെ തന്നെ ഉപ്പച്ചി അവനെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ കാപ്പി കുടിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ഉപ്പച്ചി സാധാരണ വരുമ്പം അറിയാമല്ലോ, നമ്മൾ അപ്പന്മാരൊക്കെ വീട്ടിൽ വരുമ്പം എന്തെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് കരുതിക്കൊണ്ട് വരുമല്ലോ. അതുപോലെ സ്വാഭാവികമായിട്ട് ഉപ്പച്ചിയും സംഭവമൊക്കെ കരുതിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ കാപ്പി കുടിക്കാതെ ഇതൊക്കെ കഴിച്ചാൽ ഇവൻ പിന്നെ ഒന്നും കഴിക്കത്തില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് കാപ്പി കുടിച്ചിട്ട് അതൊക്കെ കഴിക്കാമെന്ന്. കാപ്പി കുടിച്ചിട്ട് ഇത് കഴിക്കാവേ. നമുക്ക് അയ്യോ വീട് ഈദ് രാവിലെ അവനും ഞങ്ങൾക്കൊപ്പം നമസ്കാരത്തിനുണ്ടായിരുന്നു. അവൻ തന്നെയാണ് മുസല്ല വിരിച്ചതും മൂത്താപ്പാടെ അതായത് എൻ്റെ വാപ്പാടെ തൊപ്പിയൊക്കെ എടുത്ത് തലയിൽ വെച്ചതും. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉമ്മയുടെ വീട്ടിലേക്ക് പോയി. പനി അങ്ങ് ശേഷം കുറഞ്ഞു. ഓ ഇത് ഇങ്ങനെയൊന്നും അല്ല. എന്തൊരു നമ്മളെല്ലാം തിന്നവർക്കല്ലേ വന്നത്. തലമുടി കെട്ടിച്ചെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ എത്തുമ്പം ഉപ്പ പള്ളിയിൽ പോയിട്ട് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവനോട് പനിയൊക്കെ കുറവുണ്ടോ എന്ന് തിരക്കുകയാണ്. പക്ഷേ കൊച്ചതുണ്ടോ മൈൻഡാക്കുന്നു. ഉപ്പാടെ കയ്യിൽ അവനുള്ള സ്ഥിരം പൊതിയാണ് ഈ കിടന്ന് തപ്പുന്നത്. ഉച്ചക്കായപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പായും മച്ചിമായും പതിയെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിക്കുകയാണ്. അതിനുശേഷം പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.